പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലയാളം, കല, സാഹിത്യം, കായികം എന്നീ 4 ടോപ്പിക്കിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 25 ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാം എഴുതുന്ന ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു ടെസ്റ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരുപാട് സമയം കളയാതെ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവയിൽ ശരിയായ പദം ഏതെന്നാണ് കേട്ടോ. അപ്പോൾ ഇവയിലെ ശരിയായ പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 വാക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, കൈതവം. അപ്പോൾ കൈതവം എന്നാണ് എഴുതേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കുക. കൈതവം, കൈ തായാണ് വരേണ്ടത് കേട്ടോ. കൈതവം. ഓക്കെ, കൈതവമാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചേർത്ത് എഴുതുക. തത്ത് അധികം ത്വം അധികം അസി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. തത്ത് അധികം ത്വം അധികം അസി എന്താണ്? തത്വമസിയാണ്. തത്വമസിയാണ്. ഓക്കെ, തത്ത് അധികം ത്വം അധികം അസി എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വമസിയാണ്. ഓക്കെ, അതിലും സംശയമില്ലല്ലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷി നയം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഒട്ടകപ്പക്ഷി നയം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമാണ് നമ്മുടെ 78ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഒരു ശൈലിയുമായി റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്. എന്താണ്? 4 ഓപ്ഷൻസ് ഒന്ന് വായിച്ചിട്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ശത്രുക്കൾ കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒട്ടകപ്പക്ഷി അതിൻ്റെ തല മണ്ണിലേക്ക് പൂഴ്ത്തിവയ്ക്കും. നമുക്കറിയാം ഒട്ടകപ്പക്ഷി ഏകദേശം ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ തലയെന്ന് പറയുന്നത് നല്ല വലുതാണല്ലേ. അപ്പോൾ ശരീരവും അതിൻ്റെ തലയേക്കാളും നല്ല വലുതാണ്. ഈ പക്ഷി എന്ത് ചെയ്യുമെന്നറിയാമോ? ശത്രുക്കളെ കാണുമ്പോഴത്തേക്കും മണ്ണിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ തല ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കും. ഇതിൻ്റെ വിചാരം എന്താണ്? ശത്രുക്കൾ ഇതിനെ കാണുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒട്ടകപ്പക്ഷി വിചാരിക്കുന്നത്. പക്ഷേ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയും വലിയ പക്ഷി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ തല എന്ത് ചെയ്യും? മണ്ണിലേക്ക് ഇങ്ങനെ പൂഴ്ത്തി അങ്ങ് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ വിചാരം ബാക്കിയുള്ള ആരും ഇതിനെ കാണുന്നില്ല എന്നാണ് ഇതിൻ്റെ വിചാരം. ഓക്കെ, അപ്പോൾ എന്താണ് ഒട്ടകപ്പക്ഷി നയം? ഇത് ഒട്ടകപ്പക്ഷി എന്നല്ല ഞാൻ വരച്ചത്, നിങ്ങൾക്കൊന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് എന്താണ് ഒട്ടകപ്പക്ഷി നയം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയം. ഓക്കെ, ഒട്ടകപ്പക്ഷി നയം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയമാണ് ഒട്ടകപ്പക്ഷി നയം. ഓക്കെ അല്ലേ? അടുത്ത 79ാമത്തെ ചോദ്യം സ്പോർട്സിൽ നിന്നുള്ളതാണ്. കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 1954 തന്നെയാണ് കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ എന്നാണ് വരുന്നത്? 1954 അറിഞ്ഞിരിക്കുക. 80ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളം കളി ഏതാണ്? കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളം കളിയെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നല്ല അടിപൊളി ഓപ്ഷൻസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതെന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ എഴുതാൻ കഴിയണം എന്താണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയാണ് കേട്ടോ. അപ്പോൾ പ്രസിഡന്റ് ട്രോഫി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയാണ് കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. അടുത്ത 81ാമത്തെ ചോദ്യം വിവിധ കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിലുള്ള പ്രമുഖ സ്റ്റേഡിയങ്ങൾ, അവയുടെ സ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 സ്റ്റേഡിയംസ് കൊടുത്തിട്ടുണ്ട്, 4 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊടുത്തിട്ടുണ്ട്, EMS സ്റ്റേഡിയം കൊടുത്തിട്ടുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊടുത്തിട്ടുണ്ട്, ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം. സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, കൊച്ചി. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഞാൻ വായിച്ചു തന്നിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ഉത്തരത്തിലേക്ക് കടന്നാലോ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കൊച്ചിയിലാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണ്? കൊച്ചിയിലാണ്. എന്നാൽ EMS സ്റ്റേഡിയം എവിടെയാണ്? നമ്മുടെ കോഴിക്കോടാണ് EMS സ്റ്റേഡിയം. EMS സ്റ്റേഡിയം എവിടെയാണ്? കോഴിക്കോടാണ്. എന്നാൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ഉള്ളത് കൊല്ലത്താണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്താണ്. ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം ഉള്ളത് കണ്ണൂരിലാണ്. ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂരിലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? EMS സ്റ്റേഡിയം എവിടെയാണ്? കോഴിക്കോടാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്താണ്. ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂരിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 82ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സമാന പദം എഴുതുക എന്നാണ് കേട്ടോ. അപ്പോൾ സമാന പദം എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വെള്ളം എന്ന് പറയുന്ന വാക്കിൻ്റെ സമാന പദം എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ളത് നമുക്ക് ഈ 4 ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. അടവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം എന്ന് പറയുന്നതാണ് അടവി. ബാഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാവി എന്ന് പറയുന്ന മീനിങ് ആണ് ബാഷ്പത്തിന് വരുന്നത്. അഖിലം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? സർവ്വവ്യാപം. അങ്ങനെ ഒരു ടേമാണ് നമ്മുടെ അഖിലം എന്ന് പറയുന്ന വാക്കിന് വരുന്നത്. പക്ഷേ തോയമാണ് ഇതിനകത്ത് എന്ത് വരുന്നത്? ശരി ഉത്തരം വെള്ളം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ സമാനപദം എന്താണ്? തോയമാണ് കേട്ടോ. വെള്ളം എന്ന് പറയുന്ന വാക്കിൻ്റെ സമാനപദം ഏതാണ്? തോയമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 83ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്ത്രീലിംഗ ശബ്ദം എഴുതുക എന്നാണ് കേട്ടോ. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഗ്രഹികൻ എന്ന് പറയുന്നതാണ് വാക്ക്. ഗ്രഹികൻ എന്ന് പറയുന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? ഗ്രഹിണി എന്നാണ് അല്ലേ. ഗ്രഹിണി എന്നാണ്. ഗ്രഹികൻ എന്ന് പറയുന്ന
വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഗ്രഹിണി എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 84ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മക്കൊണ്ട എന്ന ഗ്രാമം ഏത് നോവലിലെ സാങ്കല്പിക ഗ്രാമമാണ്? മക്കൊണ്ട എന്ന ഗ്രാമം ഏത് നോവലിലെ സാങ്കല്പിക ഗ്രാമമാണെന്നാണ് നമ്മുടെ 84ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് വായിച്ച ശേഷം ശരിയുത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഏകാന്തതയുടെ 100 വർഷങ്ങളാണ് കേട്ടോ. അപ്പം മക്കൊണ്ട എന്ന് പറയുന്ന ഗ്രാമം ഏത് നോവലിലെ സാങ്കല്പിക ഗ്രാമമാണ്? ഏകാന്തതയുടെ 100 വർഷങ്ങളെന്ന് പറയുന്ന നോവലിൻ്റെ സാങ്കല്പിക ഗ്രാമമാണ്. ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയത് ആരാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. അത് നമുക്കറിയാമെന്നുള്ളതാണല്ലോ. അപ്പോൾ ആരാണ് നമ്മുടെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്? ആരാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. ഓക്കെ, സ്പെല്ലിംഗ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. ഓക്കെ, ഇതാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവലിലെ ഒരു സാങ്കല്പിക ഗ്രാമമാണെന്ത്? മക്കൊണ്ട. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 85ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സന്തോഷ് ട്രോഫി മത്സരത്തിന് ആദ്യം വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? സന്തോഷ് ട്രോഫി മത്സരത്തിന് ആദ്യം വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എറണാകുളമാണ് കേട്ടോ. അപ്പോൾ സന്തോഷ് ട്രോഫി മത്സരത്തിന് ആദ്യം വേദിയായ കേരളത്തിലെ നഗരമാണ് എറണാകുളം. ഓക്കെ, നമുക്കൊരു 86ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ പ്രമുഖ കായിക താരങ്ങൾ, അവയുടെ പ്രാഗൽഭ്യം നേടിയ കായിക ഇനം എന്നിവ ശരിയായ രീതിയിൽ ചേർത്തെഴുതാനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുള്ള ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ടിൻഡു ലൂക്ക, രഞ്ജിത്ത് മഹേശ്വരി, VP സത്യൻ, അതേപോലെ CV പാപ്പച്ചൻ, PR ശ്രീജേഷ്, സഞ്ജു സാംസൺ. ഓക്കെ, നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് അറിയാമെന്നുള്ളവരിൽ നിന്ന് തന്നെ നമുക്കങ്ങ് തുടങ്ങാം. നമുക്ക് ആദ്യം സഞ്ജു സാംസൺ തന്നെ തുടങ്ങിയാലോ. സഞ്ജു സാംസൺ ഏത് മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്? ക്രിക്കറ്റ് ആണല്ലേ. സഞ്ജു സാംസൺ ക്രിക്കറ്റ് ആണ്. PR ശ്രീജേഷ് ആണെങ്കിലോ? PR ശ്രീജേഷ് ഹോക്കിയാണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിയാം അല്ലേ. അപ്പോൾ സഞ്ജു സാംസൺ ഏതാണ്? ക്രിക്കറ്റാണ്. PR ശ്രീജേഷ് ഹോക്കിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള VP സത്യനും അതേപോലെ CV പാപ്പച്ചനും ഏതാണ്? ഫുട്ബോളാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, VP സത്യനും അതേപോലെ CV പാപ്പച്ചനും ഫുട്ബോളാണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ ടിൻഡു ലൂക്കയും രഞ്ജിത്ത് മഹേശ്വരിയും ഏതായിരിക്കും? അത് നമ്മുടെ അത്ലറ്റിക്സ് ആണല്ലേ. അപ്പോൾ അത്ലറ്റിക്സ് ആയിരിക്കും ടിൻഡു ലൂക്കയും രഞ്ജിത്ത് മഹേശ്വരിയും. അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഏതായിരിക്കാം ഇതിനകത്ത് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ എ തന്നെയാണ് ഇതിനകത്ത് ശരിയുത്തരമായിട്ട് വരുന്നത്. ടിൻഡു ലൂക്ക രഞ്ജിത്ത് മഹേശ്വരി എന്ന് പറയുന്നത് ഏതാണ്? അത്ലറ്റിക്സ് ആണ്. VP സത്യൻ അതേപോലെ CV പാപ്പച്ചൻ എന്ന് പറയുന്നത് ഫുട്ബോളാണ്. PR ശ്രീജേഷ് എന്ന് പറയുന്നത് ഹോക്കിയാണ്. അതേപോലെ സഞ്ജു സാംസൺ ക്രിക്കറ്റ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കത് 87ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റപ്പദം എഴുതുക. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ. ഓക്കെ, മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ, അതിൻ്റെ ഒറ്റപ്പദം എഴുതാനാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം എഴുതാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. യഥാസ്ഥിതികൻ എന്നാണ് കേട്ടോ. മാമൂലുകളെ മുറുക്കെ പിടിക്കുന്നവൻ ആരാണ്? ഒരു യഥാസ്ഥിതികനാണ്. യഥാസ്ഥിതികനാണ് മാമൂലുകൾ എന്ത് ചെയ്യുന്നത്? മുറുക്കെ പിടിക്കുന്നത്. ഓക്കെ, മാമൂലുകളെ മുറുകെ പിടിക്കുന്ന ആരാണ്? യഥാസ്ഥിതികനാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 88ാമത്തെ ചോദ്യം എന്താണ്? ദുരിതത്തിനു മേൽ ദുരിതം വരിക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ചൊല്ലേതാണ്? ദുരിതത്തിനു മേൽ ദുരിതം വരിക. ഓപ്ഷൻ വായിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. ദുരിതത്തിനു മേൽ ദുരിതം വരിക എന്ന് പറയുന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ചൊല്ലേതാണ്? ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് ഇറക്കുകയാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദുരിതത്തിന് മേൽ ദുരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഒന്നാമതേ ഇടിവെട്ടിയിരിക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്തു? അവനെ പാമ്പ് കൂടി കടിച്ചു. ഓക്കെ, അതാണ് ദുരിതത്തിന് മേൽ ദുരിതം വരിക എന്ന് പറയുന്ന അർത്ഥം വരുന്ന പ്രയോഗം ഏതാണ്? ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പ്രയോഗമാണെന്ന് അറിഞ്ഞിരിക്കുക. 89ാമത്തെ ചോദ്യം. ഈ വരികൾ ആരുടേതാണ്? മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വരി എന്താണ്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അപ്പോൾ ഇത് ആരുടെ വരികളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടേതാണ്? നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വള്ളത്തോളിൻ്റെയാണ് അല്ലേ. അപ്പോൾ വള്ളത്തോളിൻ്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് 90ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉദയംപേരൂർ സുന്നഹദോസ് പള്ളി ഏത് ജില്ലയിലാണ്? ഉദയംപേരൂർ സുന്നഹദോസ് പള്ളി ഏത് ജില്ലയിലാണെന്നാണ് നമ്മുടെ 90ാമത്തെ ചോദ്യം. എവിടെയാണ് ഉദയംപേരൂർ സുന്നഹദോസ് പള്ളി ഉള്ളത്? നമ്മുടെ എറണാകുളത്താണ് അല്ലേ. എറണാകുളത്താണ് ഉദയംപേരൂർ സുന്നഹദോസ് പള്ളി. എറണാകുളത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇവയിൽ ഏതെല്ലാം ഒളിമ്പിക്സിലാണ് PT ഉഷ പങ്കെടുത്തിട്ടുള്ളത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ PT ഉഷ പങ്കെടുത്ത ഒളിമ്പിക്സുകൾ ഏതൊക്കെയാണ്? 1980 പങ്കെടുത്തിട്ടുണ്ട്. മോസ്കോ ഒളിമ്പിക്സിലാണ് 1980 മോസ്കോയിൽ പങ്കെടുത്തിട്ടുണ്ട്.
84 ലോസ് ഏഞ്ചൽസിൽ പങ്കെടുത്തിട്ടുണ്ട്, 88 സോളിൽ പങ്കെടുത്തിട്ടുണ്ട്, 96 അറ്റ്ലാന്റിലും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ABCD ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. എല്ലാം ഈ പറയുന്ന 4 എണ്ണത്തിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? നമ്മുടെ PT ഉഷ പങ്കെടുത്തിട്ടുണ്ട്. 1980-ലേതും അതേപോലെ 84-ലേതും 88-ലേതും 96-ലേതും ഒളിമ്പിക്സുകളിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? നമ്മുടെ PT ഉഷ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത 92ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. തെറ്റായ പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വായിച്ച ശേഷം ഇതിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം ഇതിനകത്ത് നിന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ഏതാണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തെറ്റുത്തരം ഏതാണെന്ന് കൂടി നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റുത്തരം വരിക? ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് തെറ്റുത്തരം വരുന്നത് അല്ലേ. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്ന് പറയുന്നതാണ് ഇതിനകത്ത് തെറ്റ്. കാര്യം എന്താണ്? വീണ്ടും അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് വരേണ്ട കാര്യമില്ല. ഒന്നിൽ വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. എന്തിനാണ് വീണ്ടും ഒരിക്കൽ കൂടി എന്ന് പറയുന്നത്? അതേസമയം ബാക്കി ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു, അത് ശരിയാണല്ലോ. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു, അതും ശരിയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും, അതും ശരിയാണ്. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊരു റിപ്പറ്റീഷൻ അതിനകത്ത് വരുന്നുണ്ട് അതിൽ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് എന്ത് വരുന്നത്? തെറ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. നമുക്കടുത്ത 93ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുലഗിരി സമനായ ഈ വാക്കിനെ പിരിച്ചെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. കുല പ്ലസ് ഗിരി പ്ലസ് സമൻ പ്ലസ് ആയ. അതാണെന്ത്? കുലഗിരി സമനായ. ഓക്കെ, കുലഗിരി സമനായ അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, കുല പ്ലസ് ഗിരി പ്ലസ് സമൻ പ്ലസ് ആയാണെന്ത്? കുലഗിരി സമനായ. അടുത്ത 94ാമത്തെ ചോദ്യം. അരുണൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അരുണൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ SK പൊറ്റക്കാടിനെ തന്നെയാണ് അല്ലേ. അപ്പോൾ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതുന്ന SK പൊറ്റക്കാടിനെ തന്നെയാണ് അരുണൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. അരുണൻ എന്ന് പറയുന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരെയാണ്? SK പൊറ്റക്കാടിനെയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? നമ്മുടെ 95ാമത്തെ ചോദ്യം. ഏതാണ്? സാഹിത്യലോകമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. 96ാമത്തെ ചോദ്യം. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. എന്തായാലും നമുക്ക് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വായിച്ചു തന്നെ പോകാം ഏതൊക്കെയാണ് ശരി ഉത്തരമെന്ന് നമുക്കൊന്ന് വായിച്ചു തന്നെ പോകാം. കേരള പ്രീമിയർ ലീഗ് സ്ഥാപിച്ചത് 2013 പറയുന്നുണ്ട്. കേരള പ്രീമിയർ ലീഗ് 2013 ശരി തന്നെയാണ്. കേരള പ്രീമിയർ ലീഗ് 2013 തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ എന്ന് പറയുന്നത്. ശരി ഉത്തരം തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണെന്ത്? FC കൊച്ചിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ്. മൂന്നാമത്തതോ, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരത്താണ്. ശരിയല്ലേ? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെ തന്നെയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വരുന്നത്. എന്നാൽ ഓപ്ഷൻ സി നോക്കിയേ. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കൃഷ്ണഗിരി എന്ന് പറയുന്നൊരു സ്റ്റേഡിയം ഉണ്ട്, പക്ഷേ അത് കാസർഗോഡാണോ? ഒരിക്കലുമല്ല. അതെവിടെയാണ്? നമ്മുടെ വയനാടാണല്ലേ. വയനാടിലാണ് എന്തുള്ളത്? കൃഷ്ണഗിരി സ്റ്റേഡിയം എവിടെയാണ്? വയനാടിലാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ 4 തെറ്റുത്തരം വരുന്നത്. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ശരി ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള പ്രീമിയർ ലീഗ് വരുന്നത് 2013 കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? FC കൊച്ചിനാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. 97ാമത്തെ ചോദ്യം. വിപരീത പദം എഴുതുക എന്നാണ്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ശിഥിലം എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീത പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശിഥിലം എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ദൃഢമെന്നാണ് അല്ലേ. ശിഥിലം എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ദൃഢമെന്നാണ്. 98ാമത്തെ ചോദ്യം നോക്കിയേ. റീഡിംഗ് റിഫോംസ് കൾച്ചർ എന്ന് പറയുന്ന വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജിമ ഏതാണ്? റീഡിംഗ് റിഫോംസ് കൾച്ചർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉചിതമായ തർജ്ജിമ ഏതെന്നാണ് നമ്മുടെ 98ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വായന സംസ്കാരത്തെ പരിഷ്കരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്ത്? റീഡിംഗ് റിഫോംസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായന എന്ത് ചെയ്യുന്നു? സംസ്കാരത്തെ പരിഷ്കരിക്കുന്നു എന്ന് പറയുന്നതാണ് റീഡിംഗ് റിഫോംസ് കൾച്ചർ. 99ാമത്തെ ചോദ്യം. ഇവയിൽ ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ ഒന്ന്. ധര എന്താണ് അർത്ഥം? ഭൂമി തന്നെയാണല്ലേ. ക്ഷോണി എന്താണ് അർത്ഥം? ഭൂമി തന്നെയാണ്. ക്ഷിതി എന്താണ് അർത്ഥം? ഭൂമി തന്നെയാണ്. പക്ഷേ വാരിധി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഭൂമിയല്ല. വാരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം, അതേപോലെ കുടം, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. സമുദ്രം, കുടം, അങ്ങനെയൊക്കെ വാരിധിക്ക് അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഭൂമി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? വാരിധിയാണ്. വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രം, കുടം എന്നൊക്കെയാണ്. ധര, ക്ഷോണി, അതേപോലെ ക്ഷിതി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഭൂമി തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 100ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ കേരളീയൻ ആരാണ്? എന്താണ് ചോദ്യം? പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ആദ്യ കേരളീയൻ ആരെന്നാണ് നമ്മുടെ 100ാമത്തെ ചോദ്യം. ആരാണ് പത്മഭൂഷൺ അവാർഡ് ലഭിച്ച ആദ്യത്തെ കേരളീയൻ? ആര് തന്നെയാണ്? നമ്മുടെ വള്ളത്തോൾ നാരായണമേനോൻ തന്നെയാണ്. വള്ളത്തോൾ നാരായണമേനോനാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ കേരളീയൻ. ആരാണ്? വള്ളത്തോൾ നാരായണമേനോനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഏതിൽ നിന്നുള്ള? മലയാളം, കലാസാഹിത്യം, കായികത്തിൽ നിന്നുള്ള 25 MCQ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എവിടെയെങ്കിലും ഉപയോഗപ്പെടുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ചാനൽ പരിചയപ്പെടുത്താനായിട്ട് മറക്കരുത്. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.